നിരവധി കൊടും ക്രിമിനൽ കേസിൽ പ്രതിയായി പോലീസ് കാപ്പ ചുമത്തിയ കാട്ടാക്കട സുഗതൻ ബിജെപിയുടെ കൗൺസിലർ സുഗതൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബിജെപിയുടെ കൗൺസിലർ കാട്ടാക്കട സുഗതൻ അറസ്റ്റിൽ. നിരവധി കൊടും ക്രിമിനൽ കേസിൽ പ്രതിയായി പോലീസ് കാപ്പ ചുമത്തിയ കാട്ടാക്കട സുഗതൻ ബിജെപിയുടെ കൗൺസിലർ സുഗതൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാപ്പ സംഖ്യയും ബലാത്സംഖ്യയും കൊലകാരൻ സംഖ്യയും ഇനി ബിജെപിക്ക് മാത്രം സ്വന്തം. കൊടും ക്രിമിനലുകൾ അടക്കി വാഴുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം കൂടാതെ പറയാം, അതാണ് ബിജെപി. നോർത്ത് ഇന്ത്യയിൽ കൊടും ക്രിമിനലുകൾ വാഴുന്ന ബിജെപി, കേരളത്തിൽ കൊടും ക്രിമിനലുകൾ വാഴുന്ന ബിജെപി. അല്ലയോ കാട്ടാക്കട നിവാസികളെ, നിങ്ങളുടെ മണ്ടയിൽ തീട്ടമാണോ? തലച്ചോറില്ലേ? ചിന്തിക്കാനുള്ള കഴിവില്ലേ? ജനസേവകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവനായിരിക്കണം. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായി ഒരുത്തന്റെ മനസ്സിൽ എവിടെ നിന്ന് മനുഷ്യത്വം കിട്ടാൻ? മൃഗീയ വാസനയുള്ള ഈ സുഗതൻ ബിജെപിയുടെ കൗൺസിലറുടെ മനസ്സിനകത്ത് വിഷമാണുള്ളത്. ഒരു മനുഷ്യനെ ദ്രോഹിച്ചു കഴിഞ്ഞുകൊണ്ട് അത് നോക്കി രസിക്കുന്ന സുഖമുള്ള അനുഭവം പേറി നടക്കുന്ന സുഗതൻ കാട്ടാക്കട കൗൺസിലർ ഇൻ ബിജെപി. ഇയാളെ പോലെയുള്ള ഒരാളെ ജനസേവനത്തിനായി തിരഞ്ഞെടുക്കുന്ന ബിജെപിക്കാരെ, ഇയാളിൽ നിങ്ങൾ എന്ത് ക്വാളിറ്റിയാണ് കാണുന്നത്? ജനസേവകൻ ചെയ്യേണ്ടത് ജനസേവനമാണ്, അല്ലാതെ ജനങ്ങളെ കൊല്ലുകയല്ല. എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി. കാരണം ഇതുപോലെയുള്ള ആൾക്കാർ നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് കൗൺസിലർ ആയ ശേഷം നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളുടെ റൂമിൽ വന്ന് ഇയാൾ സ്വന്തം കിടക്ക കൊണ്ട് വിരിച്ചിട്ട് കിടന്നു കളയും. അപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.